വെറുപ്പിച്ച് മുന്നോട്ട് പോവുക. അത് ബിഗ് ബോസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ വേദലക്ഷ്മിയുടേത് എന്നൊരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേദലക്ഷ്മിക്ക് തീരെ വിവരമില്ലേ? വേദലക്ഷ്മി ഈ ലാലേട്ടൻ പറയുമ്പോൾ പോലും ഒരു കൂസലില്ലാതെ കേട്ടുകൊണ്ട് നിന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. വേദലക്ഷ്മി നല്ല എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് വേദലക്ഷ്മിയും പറയുന്നുണ്ട്. ലാലേട്ടനും ഇന്നലെ കൊള്ളിച്ചു പറഞ്ഞു, UK പോയി പഠിച്ചല്ലേ, നിങ്ങൾക്ക് കുറച്ച് ബോധമില്ല സ്ത്രീയെ എന്ന് തന്നെ പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതായത് അവിടെ അക്ബറിനെ തിരഞ്ഞെടുത്തിട്ട് അക്ബറിനോട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളെ ഒന്നും വീട്ടിൽ പോലും കേറ്റാത്ത ആൾക്കാരാ എന്ന്. ആ പറഞ്ഞ കഥ അത് എവിടുന്ന് ഉരുത്തിരിഞ്ഞു വന്നു എന്ന് ചോദിച്ചാൽ, ഒരു ലാലേട്ടന്റെ എപ്പിസോഡില് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഈ ഈവനിങ് സമയത്ത് നിങ്ങൾ ഈ സംസാരിക്കുന്ന ആദില, നൂറ അവരോടൊക്കെ സംസാരിക്കുന്നത് നീ കുറച്ച് കുറയ്ക്കണം എന്നെന്തോ മറ്റോ ആണ് അക്ബറിനോട് അക്ബറിന്റെ ഉമ്മ പറഞ്ഞത്. അത് ആദിലയുടെയും നൂറയുടെയും പേര് എടുത്തു പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും അതൊരു ദിവസം വിഷമമായി. അവരത് ഡിസ്കസ് ചെയ്തു. അത് അവർ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട്. അക്ബർ പറഞ്ഞു, ഞാൻ അതങ്ങനെ കേട്ടില്ല, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് അക്ബർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അക്ബർ ഇതിന് ശേഷവും ഈ ഒരു ഉമ്മ സംസാരിച്ച കൺഫെഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷവും ആദിലയെടുത്തും നൂറയെടുത്തും വളരെ സൗഹൃദപരമായിട്ടും അതുപോലെ തന്നെ വഴക്കടിക്കേണ്ടടുത്ത് വഴക്കടിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അന്ന് ആ സമയത്ത് ആദിലയെടുത്തും നൂറയെടുത്തും അക്ബറിന്റെ ഉമ്മ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മോശമായി പോയി എന്ന് നമ്മൾ എല്ലാവരും സംസാരിച്ച ഒരു കേസാണ് ഇത്. പുറത്തു നിന്ന് കേട്ട വേദലക്ഷ്മിയാണ് മനഃപൂർവ്വം അക്ബറിന്റെ മുന്നേ ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇട്ടു കൊടുക്കുകയാണ്. അതായത് ആ വിഷയം, അതായത് അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന വിഷയം അവിടെ ഒരു ചർച്ചയാകാൻ, അവിടെ എടുത്തിടാൻ, അങ്ങനെ അക്ബറിന്റെ ഉമ്മ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആ ഉമ്മയെ പിടിച്ചിടാൻ ഒരു ശ്രമം നടത്തിയതുപോലെയാണ് എനിക്ക് ആ ഒരു എപ്പിസോഡ്, ആ ഒരു ലൈവ് കണ്ടപ്പോൾ അന്ന് തോന്നിയത്. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ആ ഒരു വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, ഇത് ലാലേട്ടൻ കൈയോടെ പിടിച്ച് പൊളിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് അക്ബറിന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന്, എന്ന് നിന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് എന്തിനാണ് വേദലക്ഷ്മി പറഞ്ഞത് എന്ന് എടുത്ത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ, ഈ പറഞ്ഞ ഒരു വിഷയം അതവിടെ ക്ലിയർ ആക്കാൻ കൂടിയാണ്. അങ്ങനെ ഒരു വിഷയം അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണ്. അതായത് ആദിലയും നൂറയും കൺഫ്യൂസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇതായിരുന്നു എപ്പിസോഡിൽ കാണിച്ചത്, ഇതായിരുന്നു ലൈവിലും നമ്മൾ കണ്ടത്. അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് അവിടെ നമുക്ക് കാണിച്ച് തന്നിട്ടില്ല. അതിന്റെ അർത്ഥം അത് ഒന്നുകിൽ അത് നമ്മുടെ മുന്നിൽ കാണിക്കാൻ കഴിയാത്തത്ര സെൻസിറ്റീവ് ആയിരിക്കും. കാരണം മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പോൾ ഉള്ള ആൾക്കാരാണ്. അവരുടെ ഉമ്മായോ അവരുടെ വാപ്പായോ മത്സരാർത്ഥികളല്ല. എല്ലാ മനുഷ്യരിലും ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകും. ആ പേഴ്സ്പെക്റ്റീവ് അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അത് ഇതേണൊക്കെ ഒരു സോഷ്യലി അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ലാലേട്ടൻ ഇന്നലെ മുഖത്തടിച്ച് ഈ പറയുന്ന വേദലക്ഷ്മിയോട് സംസാരിച്ചത്. വേദലക്ഷ്മി പക്ഷെ എങ്ങനെയാണ് അതിനെ ബിഹേവ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും നെഗറ്റീവായി ഫീൽ ചെയ്തത്. നമ്മളെല്ലാവരും കഴിഞ്ഞ ആഴ്ച അനുമോളെ ഇതേപോലെ കുടഞ്ഞത് നമ്മൾ കണ്ടു. അനുമോളും ഇതേ കണക്കാണ് നിന്നത്. പക്ഷെ അവിടെ അനുമോൾ ഇത് കണ്ടു. അനുമോൾ തന്നെ പറയുന്നുണ്ട്, അവർ കിസ് ചെയ്തെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല, ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന്. അതുകൊണ്ടാണ് പ്രേക്ഷകർ പലരും അനുമോളെ സപ്പോർട്ട് ചെയ്തതും. ഇപ്പോഴത്തെ ഈ കേസിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നടങ്കം എല്ലാവരും വേദലക്ഷ്മിക്ക് എതിരാണ് സംസാരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇവിടെ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് തൊട്ടടുത്തിരിക്കുന്ന ആദില അനുമോളുടെ നല്ലൊരു സുഹൃത്തല്ലേ ചോദിക്കുന്നുണ്ട്. ആണെന്ന് പറയുന്നുണ്ട്. ആദിലയും നൂറയും എൻ്റെ കൂട്ടുകാരികളാണ് എന്ന് അനുമോള് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം മസ്താനി കൂട്ടുകാരി അല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ മസ്താനിയാണ് ഇവിടെ വന്നിട്ട് അനുമോളെ ഇത്രയും എരിപിരി കയറ്റി ചുമ്മാ നെഗറ്റീവ് ആക്കി കൊടുത്തത് സത്യത്തിൽ. അതായത് ആര്യനും ജിസേലും തമ്മിലുള്ള വിഷയം അനുമോളുടെ തലയിലേക്ക് കുത്തി നിറച്ചു കൊടുത്ത് അനുമോളുടെ ഉള്ളിൽ കിടന്ന കുലസ്ത്രീയെ പുറത്തു കൊണ്ടുവന്നതും ഈ പറയുന്ന മസ്താനിയാണ്. അത് മസ്താനിയുടെ ഗെയിം. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു എന്താ പറയുക, ഒരു പൊട്ടിപ്പെണ്ണാണ് അനുമോളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അനുമോൾ നോക്കുമ്പോൾ ഓക്കെ എല്ലാവരും അങ്ങനെ പറയുന്നു, പുറത്തൊക്കെ ഇങ്ങനെ ആയിരിക്കും, പുറത്ത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ളത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇപ്പോൾ അനുമോൾക്കാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം മസ്താനിയുമായിട്ട് ഒട്ടി നടന്നപ്പോൾ മസ്താനി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ കൂടെ അതെ പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയല്ലേ എന്ന് പറഞ്ഞു നടക്കാനല്ലേ ബിഗ് ബോസിന് പറ്റത്തുള്ളൂ. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ബിഗ് ബോസിന് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അനുമോൾ നന്നായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അനുമോൾ ഇപ്പോൾ അനുമോളെ മോണിറ്റർ ചെയ്തിട്ടാണ് അവിടെ കളിക്കുന്നത്. കുറെ കൂടെയൊക്കെ ഫണ്ണാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് ട്രാക്ക് പ്രവീണുമായിട്ട് പിടിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പുറത്താരൊക്കെയോ പറഞ്ഞതുപോലെയാണ് അനുമോൾ ഈ പ്രവീണിന്റെ കൂടെ കിടന്ന് തുള്ളുന്നതും കളിക്കുന്നതും ഒക്കെ. അതുപോലെ ആര്യനെ കുറച്ചധികം അകലത്തിൽ മാറ്റി നിർത്താനും അനുമോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത്, അതായത് ആര്യന് വലിയ ഒരു ഫാൻസ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ട് ആ ഒരു ലെവലിലാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ ഈ അനുമോളെ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് ആക്കാനും ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡിൽ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വേദലക്ഷ്മിയുടെ കേസിൽ പറഞ്ഞത്, അനുമോള് കഴിഞ്ഞ ആഴ്ച ഇതേ കണക്ക് നിന്നതും വേദലക്ഷ്മി ഈ ആഴ്ച നിന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അനുമോളെ കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആക്കുമെന്നാണ് കരുതിയത്, കാരണം അമ്മാതിരി അലിഗേഷൻ ആണ്. പക്ഷേ അതിലും 10 മടങ്ങ് അലിഗേഷൻസ് ഇനിയും വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ അന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഈ വേദലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ആദില നൂറ എന്ന കപ്പിൾസിനെ കുറ്റം പറഞ്ഞത് മാത്രമല്ല, ഒനീലിന്റെ കാര്യം അതെന്തായാലും ഇന്ന് എപ്പിസോഡിൽ അത് വരുത്തോളൂ. അപ്പൊ നമുക്കത് അതിനുശേഷം അത് എന്താകും എന്നറിയത്തില്ല. പിന്നെ മസ്താനെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, ഏതായാലും ഒന്ന് ഉറപ്പിച്ചോ, യു ആർ എവിക്റ്റഡ് ബൈ. ഈ സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതായത് മസ്താനിയാണോ അതോ ലക്ഷ്മിയാണോ ഔട്ടാകാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു ചീപ്പ് പ്ലേ തന്നെയാണ് സത്യം പറഞ്ഞാൽ വേദലക്ഷ്മി കാണിച്ചത്. ഇതിനകത്ത് ഈ ലാലേട്ടൻ ഈ പറഞ്ഞ വാക്കുകളാണ് സല്യൂട്ട് അർഹിക്കുന്നത്. കാരണം ലാലേട്ടന്റെ വീട്ടിലേക്ക് സ്വാഗതം, നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും എന്ന് ആദിലയെടുത്തും നൂറയെടുത്തും പറഞ്ഞല്ലോ. എൻ്റെ പൊന്നോ, അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ എന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് അതൊക്കെ. അതും ലാലേട്ടൻ പറയുന്ന, സിനിമയിലല്ലാതെ അഭിനയമല്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. എഗെയിൻ അനുമോൾക്കും കൂടി ഒരു താക്കീത് കൊടുക്കുകയാണ്, ഈ മസ്താനിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതല്ല, നൂറ ആൻഡ് ആദില കൂട്ടുകാരാണോ എന്ന് ലാലേട്ടൻ എടുത്തു ചോദിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, അനുമോൾ ഒരു ബെസ്റ്റ് കോണ്ടന്റ് തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 7 ഇത്രയധികം നന്നായിട്ട് കൊണ്ടുപോകാൻ അനുമോളിന് സാധിച്ചു. അനുമോൾ കാരണമാണ് ഈ പറഞ്ഞ ജിസേലിനും ആര്യനും ഒക്കെ സ്ക്രീൻ സ്പേസ് കിട്ടിയത്. അല്ലെങ്കിൽ ജിസേലിന്റെ അടുത്ത് ഇപ്പം നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ, ജിസേലിനെ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ ഇരിക്കുന്നു. ബിഗ് ബോസ് പോലും അത് ഒരു വലിയ സീൻ ആക്കില്ലായിരുന്നു. അനുമോള് കുത്തിത്തിരിപ്പുണ്ടാക്കി, അതേതോ ലിപ്സ്റ്റിക് ഇട്ടതോ ബ്ലഷ് ഇട്ടതോ അത് തേക്കുന്നു ഇത് തേക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷേ കൊണ്ടുവന്ന് മസ്താനി വന്നതിന് ശേഷമാണ് അനുമോൾ ഇത്രയും വൾഗറായി മാറിയത്. എല്ലാ മനുഷ്യരിലും ഒരുപാട് മോശം സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി വെക്കും. ആ ഒതുക്കി വെച്ച മോശം സ്വഭാവം നല്ല സ്വഭാവമാണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് തുറന്നു വിടും. അതൊക്കെയാണ് അനുമോൾക്ക് പറ്റിയ തെറ്റെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വേദലക്ഷ്മി അതല്ല. വേദലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡും കഴിഞ്ഞിട്ട് എത്രത്തോളം വെറുപ്പിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒനീലിന്റെ കാര്യത്തിൽ വേദലക്ഷ്മി എന്തായാലും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദലക്ഷ്മി കുറെ കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കാണ്, ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ. അത് ഇന്നത്തെ ദിവസം പൊളിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. ലാലേട്ടൻ അത് പൊളിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.